الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിലേക്ക് വരാൻ, ഒരാൾ മുസ്ലിമാകാൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഷഹാദത്ത് കലിമ അംഗീകരിക്കണം എന്ന് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഷഹാദത്ത് കലിമയോടൊപ്പം മുഹമ്മദുൻ റസൂലുള്ളാ എന്ന ഷഹാദത്തും കൂടെ അംഗീകരിച്ചാൽ മാത്രമേ ഒരാളുടെ ഇസ്ലാം സഹിയാകുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ എന്ന് രണ്ട് സാക്ഷ്യവാക്യങ്ങൾ ഉരുവിടുന്നത്. ഇസ്ലാം കാര്യങ്ങളിൽ 5 എണ്ണത്തിൽ ഒന്നാമത്തേത് 2 സാക്ഷ്യവാക്യങ്ങളെ അംഗീകരിക്കലാണ്, 2 സാക്ഷ്യവാക്യങ്ങളെ പറയലാണ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദൻ റസൂലുള്ളാ. ഇസ്ലാം എടുക്കപ്പെട്ടിരിക്കുന്ന 5 കാര്യങ്ങളിൽ ഒന്നാമത്തേത് 2 സാക്ഷ്യവാക്യങ്ങളെ സാക്ഷ്യം വഹിക്കലാണ്, പറയലാണ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ഷഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളാ. ഈ 2 കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടത്. ഒന്ന്, നമ്മുടെ റസൂൽ, നമ്മിലേക്ക് അള്ളാഹു അയച്ച പ്രവാചകൻ മുഹമ്മദാണ് എന്ന് അംഗീകരിച്ചു കൊടുക്കണം. മുഹമ്മദാണ് നമ്മുടെ റസൂൽ, വേറെ ആരുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹമ്മദിയത്ത് നമ്മൾ പഠിക്കണം, നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. രണ്ടാമത്തേത്, ആ മുഹമ്മദ് അബ്ദാണ്, അള്ളാഹുവിൻ്റെ അബ്ദാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബ്ദിയത്തും നമ്മൾ അംഗീകരിക്കണം. മൂന്നാമത്തേത്, ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലും നബിയുമാണ്.
നബിയും റസൂലുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്തും റിസാലത്തും നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. നാലാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നബിയും റസൂലുമായി നിയോഗിച്ചയച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അടിമകളിൽ നിന്നും അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അടിമകൾ ചെയ്യാൻ, അടിമകളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ദൂതനായി അയക്കുന്നത് ഒരു കാര്യം ഏൽപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ നാലാമത്തത് അംഗീകരിച്ചു കൊടുക്കേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്താണ്. ഒരു ശരീഅത്തുമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത്. ഈ 4 കാര്യങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. 1 മുഹമ്മദിയത്ത്, 2 അബ്ദിയത്ത്, 3 നുബുവത്തും റിസാലത്തും, 4 ശരീഅത്തും. ഈ 4 കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുമ്പോഴാണ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവാക്യം ക്ലിയർ ആകുക, എന്ന സാക്ഷ്യവാക്യത്തിൻ്റെ അർത്ഥമുണ്ടാകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഹാദത്ത് പ്രഖ്യാപിക്കുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മേൽ നിർബന്ധമായി വരുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇന്നേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം മഹബ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമുക്കറിയാം, റബീഉൽ അവ്വൽ മാസം വന്നു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ചർച്ചകൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാകാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുകൾ പറയുന്നവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നവർ, അതുമായി ബന്ധപ്പെട്ട് അനാചാരങ്ങൾ വരെ പ്രവർത്തിക്കുന്ന ആൾക്കാർ നമ്മുടെ നാടുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ ഈ വിഷയത്തിന് പ്രസക്തിയുണ്ട്, ചർച്ച നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം എന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന റസൂലിൻ്റെ സ്നേഹത്തെ സംബന്ധിച്ചാണ്. അപ്പോഴാണ് അതിന് ശരീഅത്തുമായിട്ട് ബന്ധമുണ്ടാകുക. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അള്ളാഹു എവിടെ പറയുമ്പോഴും അള്ളാഹു എടുത്തു പറയുന്ന കാര്യം, അതായത് അള്ളാഹു നമ്മളിലേക്ക് പ്രവാചകനെ അയച്ചതായി എടുത്തു പറയുമ്പോഴെല്ലാം അള്ളാഹു അവിടെ പ്രയോഗിച്ച പ്രയോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രയോഗമാണ്. റസൂൽ മുഹമ്മദ് അള്ളാഹിൻ്റെ റസൂലാണ് എന്ന പ്രയോഗമാണ്. മുഹമ്മദ് എന്ന ഭാഗത്തെയല്ല അവിടെ ഒന്നും ചർച്ച ചെയ്തത് എന്നർത്ഥം. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായിട്ടാണ് താങ്കളെ നാം റസൂലായി അയച്ചത് എന്ന്. താങ്കളെ ഞാൻ ജനിപ്പിച്ചത് എന്നല്ല പറഞ്ഞത്. വമാ ഖലഖ്നാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ എന്നല്ല അല്ലാഹു പ്രയോഗിച്ചു, മറിച്ച് വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, പ്രവാചകരെ അങ്ങേ ലോകർക്ക് കാരുണ്യമായിട്ടാണ് ഞാൻ പ്രവാചകനായി നിയോഗിച്ചത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകർക്ക് കാരുണ്യമാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിലൂടെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണത്. രണ്ടാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് റസൂൽ അള്ളാഹു പറഞ്ഞു, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ലഖദ് ജാഅക്കും, നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു, മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നു. ആരാ വന്നത്? റസൂലുൻ, റസൂൽ. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു പ്രയോഗിച്ച പ്രയോഗം റസൂൽ എന്ന. എന്നിട്ട് റസൂലിന്റെ കുറച്ച് വിശേഷണങ്ങൾ അല്ലാഹു വിശേഷിപ്പിച്ചു. എന്താണ്? അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അത് ആ റസൂലിന് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടാൻ, നിങ്ങൾ ഖൈറിലാകാൻ ഏറെ ആഗ്രഹിക്കുന്ന ആളാണ് റസൂല്. ബിൽ മുഅ്മിനീന റഊഫുൻ റഹീം, മുഅ്മിനീങ്ങളോട് അതിലറ്റ വാത്സല്യമുള്ള കാരുണ്യമുള്ള ആളുമാണ് റസൂല് എന്ന്. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പരിചയപ്പെടുത്തി തരുന്നത്. അതേപോലെ തന്നെ മറ്റൊരായത്ത് അല്ലാഹു പറഞ്ഞു, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അന്നബിയ്യു, നബി
ഔലാ ബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും കടപ്പെട്ട ആളാണ് മിൻ അൻഫുസിഹിം, സ്വന്തത്തെക്കാൾ മുഅ്മിൻ ഏറ്റവും കടപ്പെട്ടത് നബിയാണ് എന്ന്. അപ്പോൾ നമ്മുടെ സംസാരം റിസാലത്തും നുബുവത്തുമായി ബന്ധപ്പെട്ട് റസൂലായ മുഹമ്മദ് നബിയെ സംബന്ധിച്ച, നബിയായ മുഹമ്മദ് നബിയെ സംബന്ധിച്ച, അപ്പോഴാണ് നമ്മുടെ സംസാരം പൂർണ്ണമാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അടിസ്ഥാനപരമായും 4 കാര്യങ്ങൾ നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും വിശകലനം ചെയ്യാനും മനസ്സിലാക്കാനും എളുപ്പമാകും. ഒന്നാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കൽ ഈമാന്റെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കൽ ഈമാന്റെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ആരിലുണ്ടോ അവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്നായി എണ്ണി. 1, അൻ യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും ഒരാൾക്ക് അവർ രണ്ടുപേരുമല്ലാത്തതിനേക്കാളെല്ലാം ഏറെ പ്രിയപ്പെട്ടതാകുക. ഒരാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലുമാകുക. രണ്ടാമത്തേത് വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. ഒരു വ്യക്തിയെ അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുക, ഈമാന്റെ മാധുര്യം ആസ്വദിക്കുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫർ കമാ യക്റഹ അൻ യുഖ്ദഫ ഫിന്നാർ. നരകത്തിൽ തീയിലിടപ്പെടുന്നത് എപ്രകാരം ഒരാൾ വെറുക്കുന്നുവോ അപ്രകാരം കുഫറിലേക്ക് മടങ്ങുന്നതിനെ വെറുക്കുക. ഈ 3 കാര്യം ആരിലുണ്ടോ അവൻ ഈമാന്റെ മാധുര്യം ആസ്വദിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പോൾ ഈമാന്റെ മാധുര്യവുമായി ബന്ധപ്പെടുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സംസാരിച്ചപ്പോൾ ഒന്നാമതായി എണ്ണിയത് അള്ളാഹുവോടും അള്ളാഹുവിന്റെ റസൂലിനോടുമുള്ള സ്നേഹത്തെയാണ്. ഈ ഹദീസ് വിശദീകരിച്ചിട്ട് ഉലമാക്കൾ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം ഈമാന്റെ ഭാഗമാണ്. ഇതുപോലുള്ള ധാരാളം ആയാത്തുകൾ, ഹദീസുകളുണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കൽ ഈമാന്റെ ഭാഗമാണെന്ന് അറിയിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധനകൾ പറയുമ്പോൾ 7 നിബന്ധനകൾ ഉലമാക്കൾ എണ്ണാറുണ്ട്. അതിൽ 7ാമതായി എണ്ണിയ നിബന്ധന മഹബത്താണ്. മഹബത്ത് അള്ളാഹിനോടും അള്ളാഹിന്റെ റസൂലിനോടുമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് മഹബത്ത് ഇല്ല എങ്കിൽ അയാളുടെ ഇസ്ലാം ബാത്തിലാണ്, അയാൾ കാഫിറാണ്. അയാൾ പറയാണ് ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നില്ല, അയാൾ കാഫിറാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ എനിക്ക് റസൂലിനെ ഇഷ്ടമല്ല എന്നൊരാൾ പറഞ്ഞാൽ അയാളുടെ ഇസ്ലാം തന്നെ ബാത്തിലാണ്. സ്നേഹം 2 രീതിയിലാണ്. ഒന്ന് പ്രകൃതിയാൽ ഉണ്ടാകുന്ന സ്നേഹം, സൗന്ദര്യമുള്ളതിനോട് ഭംഗിയുള്ളതിനോട് നമുക്ക് സ്നേഹമുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണമുള്ളതിനോട് നമുക്ക് സ്നേഹമുണ്ടാകും. ഇതാണ് മഹബത്തുൻ തബീഇയ്യ എന്ന് പറയാം. രണ്ടാമത്തെ സ്നേഹം നമ്മൾ കരുതിക്കൂട്ടി സ്നേഹിക്കുന്നത് മഹബത്തുൻ ഇഖ്തിയാരിയ്യ എന്നാണ് പറയുക. സൗന്ദര്യത്തിൻ്റെ പേരിലോ ഗുണമുള്ളതിൻ്റെ പേരിലോ മറ്റെന്തെങ്കിലും കാര്യത്തിൻ്റെ പേരിലോ അല്ല നമ്മൾ സ്നേഹിക്കുന്നത്, മറിച്ച് കരുതിക്കൂട്ടി സ്നേഹിക്കുക. ആ ഇഖ്തിയാരിയായ സ്നേഹത്തിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോടുള്ള സ്നേഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സ്നേഹം ഇഖ്തിയാരിയാണ്, തിരഞ്ഞെടുക്കേണ്ട സ്നേഹമാണ്. എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സ്നേഹമാണ്. അത് ഈമാന്റെ ഭാഗമായി നാം തിരഞ്ഞെടുക്കേണ്ട സ്നേഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സൗന്ദര്യമുള്ള ആളായതുകൊണ്ട് എനിക്കിഷ്ടമാണ്. റസൂലുള്ളാഹിന്റെ ഇന്ന പ്രവർത്തനമൊക്കെ എനിക്കിഷ്ടമാണ്, പക്ഷെ ഇന്നത് എനിക്കിഷ്ടമല്ല, അത് ശരിയല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയാൻ പാടില്ല. അത് കുഫ്റാണ്. നമ്മളൊരു വ്യക്തിയെ സംബന്ധിച്ച് പറയും അയാളെ എനിക്കിഷ്ടമാണ്, പക്ഷേ അയാൾ ഇന്ന പ്രവർത്തനം എനിക്കിഷ്ടമല്ല, അത് വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് പറയാം, പക്ഷെ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് അത് പറയാൻ പാടില്ല. റസൂലുള്ളാഹിനോടുള്ള സ്നേഹം മഹബത്തുൻ ഇഖ്തിയാരിയാണ്, നിർബന്ധമായും സ്നേഹിക്കേണ്ട സ്നേഹമാണ്. കാരണം അത് ഈമാന്റെ ഭാഗമാണ്. ഇതാണ് നമ്മൾ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കൽ ഈമാനാണ്, സ്നേഹിക്കൽ ഈമാനാണ്, അത് നിർബന്ധമാണ്. രണ്ടാമത്തെ കാര്യം, ആ സ്നേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആ സ്നേഹം മറ്റെന്തിനേക്കാളും മേലെയാകണം. ഏറ്റവും മേലെയുള്ള സ്നേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമാകണം.
കേവലം സ്നേഹിച്ചാൽ പോരാ. എനിക്ക് റസൂലുള്ളാഹിനെ സ്നേഹമാണ്, അതേപോലെ തന്നെ ഇന്നാളൊക്കെ സ്നേഹമാണ്. ചിലപ്പോൾ ഞാൻ റസൂലുള്ളാഹിനെ മുന്തിക്കും, ചിലപ്പോൾ ഞാൻ ഇന്നാളെ മുന്തിക്കും. അങ്ങനെയാകാൻ പാടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം മറ്റെന്തിനേക്കാളും മേലെയാകണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർലൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി. 8 കാര്യങ്ങൾ അല്ലാഹു ഈ ആയത്തിൽ പറഞ്ഞു. ഈ 8 കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന സ്നേഹമുണ്ടാകുന്ന 8 കാര്യങ്ങളാണ്. ഒരു വ്യക്തി സ്വാഭാവികമായി മനുഷ്യനാണ് എങ്കിൽ അയാൾ സ്നേഹിക്കുന്ന 8 കാര്യങ്ങളാണ് അള്ളാഹു എടുത്തു പറഞ്ഞത്. ഒന്ന്, ഇൻകാന ആബാഉക്കും, നിങ്ങളുടെ ഉപ്പമാർ, മാതാപിതാക്കൾ, വഅബ്നാഉക്കും, നിങ്ങളുടെ മക്കൾ, വഇഖ്വാനുക്കും, നിങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാർ, ജ്യേഷ്ഠത്തി അനുജത്തിമാർ, വഅസ്വാജുക്കും, നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ, വഅശീറത്തുക്കും, നിങ്ങളുടെ കുടുംബക്കാർ, വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ, നിങ്ങൾ സമ്പാദിച്ച നിങ്ങളുടെ സമ്പത്ത്, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നഷ്ടപ്പെട്ടു പോകുമെന്ന്, മാന്ദ്യം സംഭവിച്ചു പോകുമോ എന്ന് നിങ്ങൾ പേടിക്കുന്ന നിങ്ങളുടെ ബിസിനസ്, വമസാകിനു തർലൗനഹാ, നിങ്ങൾ സംതൃപ്തി അടയുന്ന നിങ്ങളുടെ ഭവനം, വീട്. 8 കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ 8 കാര്യങ്ങളെക്കാൾ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, നിങ്ങൾക്ക് അള്ളാഹുവിനോടും അള്ളാഹിൻ്റെ റസൂലിനോടും ഏറ്റവും ഇഷ്ടമുണ്ടാകണം. വജിഹാദിൻ ഫീ സബീലി, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകണം എന്ന്. ഈ 8 കാര്യങ്ങളെക്കാൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകേണ്ടത് അള്ളാഹുവിനോടാണ്, അള്ളാഹുവിൻ്റെ റസൂലിനോടാണ്, അള്ളാഹുവിൻ്റെ ദീനിനോടാണ്. ഉണ്ടായിട്ടില്ല എങ്കിൽ അള്ളാഹ് പറഞ്ഞു ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അള്ളാഹുവിൻ്റെ കാര്യവുമായി തീരുമാനവുമായി വരുന്നതിനെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. തീർച്ചയായും ഫാസിക്കുകളെ അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല എന്ന്. ഈ 8 കാര്യങ്ങളെ അള്ളാഹിനേക്കാളോ അള്ളാഹിൻ്റെ റസൂലിനേക്കാളോ ദീനിനേക്കാളോ ആരെങ്കിലും മുന്തിച്ചാൽ അവൻ ഫാസിഖാണ് എന്നർത്ഥം. അങ്ങനെ മുന്തിക്കുന്ന ഫാസിക്കിന് അള്ളാഹു ഹിദായത്ത് കൊടുക്കുകയില്ല എന്ന്. ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സിഅലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഹാദിഹിൽ ആയത്തുൽ കരീമ അഅ്ലമു ദലീലിൻ അലാ വുജൂബി മഹബ്ബത്തില്ലാഹി വറസൂലി, അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടും സ്നേഹം നിർബന്ധമാണെന്നതിന് ഏറ്റവും മഹത്വമേറിയ ഏറ്റവും ഗൗരവമുള്ള ദലീലാണ് ഈ ആയത്ത് എന്ന്. മാത്രമല്ല വഅലാ തഖ്ദീമിഹിമാ അലാ മഹബ്ബത്തി കുല്ലി ഷൈ, മറ്റെല്ലാ വസ്തുവിനേക്കാളും അള്ളാഹുവിനോടും അള്ളാഹിൻ്റെ റസൂലിനോടും സ്നേഹമുണ്ടാകണം എന്നതിനും ഈ ആയത്ത് തെളിവാണ്. വഅലൽ വഈദി ശദീദ് വൽ മഖ്തിൽ അക്യദ് അലാ മൻ കാന ശൈഉ മിൻ ഹാദിഹിൽ മദ്കൂറാത്തി അഹബ്ബ ഇലൈഹി മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി. ഈ പറയപ്പെട്ട 8 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അള്ളാഹിനേക്കാളോ അള്ളാഹുവിൻ്റെ റസൂലിനേക്കാളോ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തെക്കാളോ ആർക്കെങ്കിലും ഇഷ്ടമുള്ളതായാൽ അവന് ശക്തിയേറിയ താക്കീതുണ്ടെന്നും ശക്തമായ കോപമുണ്ടെന്നും ഈ ആയത്ത് അറിയിക്കുന്നുണ്ട് എന്ന് അബ്ദുറഹ്മാൻ നാസിർ അസ്സിഅലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം. 8 കാര്യങ്ങൾ അള്ളാഹിനേക്കാളോ അള്ളാഹിൻ്റെ റസൂലിനേക്കാളോ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടായി കഴിഞ്ഞാൽ അവൻ പേടിച്ചുകൊള്ളണം. അവനക്ക് കഠിനമായ താക്കീത് അള്ളാഹു ഈ ആയത്തിലൂടെ നൽകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഗൗരവമേറിയ കോപം അവന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഈ ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ് ഇമാം അബ്ദുറഹ്മാൻ ബിൻ നാസിർ അസ്സിഅലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഈ 8 കാര്യങ്ങളെക്കാൾ അള്ളാഹിനെയും അള്ളാഹിൻ്റെ റസൂലിനെയും സ്നേഹിക്കണമെങ്കിൽ ഈ 8 അല്ലാത്ത മറ്റു കാര്യങ്ങൾ എന്തായാലും സ്നേഹത്തിൽ മുന്നോട്ട് വരാൻ പാടില്ല എന്നതാണ്. ഈ ആയത്തിൽ വിശദീകരിച്ചിട്ട് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് വഫിൽ ആയത്തി ദലീലുൻ അലാ വുജൂബി ഹുബ്ബില്ലാഹി വറസൂലി, അള്ളാഹുവിനെയും അള്ളാഹിൻ്റെ റസൂലിനെയും സ്നേഹിക്കൽ നിർബന്ധമാണെന്നതിന് ഈ ആയത്ത് ദലീലാണ്. വലാ ഖിലാഫ ഫീ ദാലിക ബൈനൽ ഉമ്മ, അതിൽ ആർക്കും തന്നെ അഭിപ്രായ വ്യത്യാസമില്ല. സമുദായം ഏകാഭിപ്രായമുള്ള ഇജ്മാ ഉള്ള മസലയാണ് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും മറ്റെന്തിനേക്കാളും സ്നേഹിക്കണമെന്നത്. അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടുമുള്ള സ്നേഹത്തെ, അള്ളാഹുവിൻ്റെ ദീനിനോടുള്ള സ്നേഹത്തെ മറ്റെന്തിനേക്കാളും മുന്തിക്കണം എന്നതിന് എന്ന്. വഅന്ന ദാലിക മുഖദ്ദമുൻ അലാ കുല്ലി മഹബൂബ്, സ്നേഹിക്കപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ എല്ലാം മേലെ മുൻപന്തിയിൽ ഉണ്ടാകണം അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടും ദീനിനോടുമുള്ള സ്നേഹം എന്ന്.
ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു ഹിഷാം റളിയല്ലാഹു തആല അൻഹു പറയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു നമ്മൾ. കുന്ന മഅൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ആഖിദുൻ ബിയദി ഉമറ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചിട്ടുണ്ട്. ഫഖാല ലഹു ഉമർ. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈ ഇല്ലാ മിൻ നഫ്സി. പ്രവാചകരെ, എനിക്ക് എന്നെ കഴിച്ച് ഏറ്റവും ഇഷ്ടം അങ്ങയോടാണ്, മറ്റെന്തിനേക്കാളും. അത്ഭുതമാണത്. എന്നെ കഴിച്ച് മറ്റെന്തിനേക്കാളും എനിക്കിഷ്ടം അങ്ങയോടാണ്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തെ കാണിച്ചതാണ്. ഞാൻ മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്നത് അങ്ങയാണ്. അത് വലിയൊരു സംഭവമായിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. സ്വാഭാവികമാണ്, സ്വന്തത്തെ കഴിച്ചിട്ട് എല്ലാവർക്കും ആരുള്ളൂ. ആദ്യം സ്വന്തമാണ്, പിന്നെയാണ് വേറെ ആരെയും സ്നേഹിക്കുള്ളൂ. ആ ഒരു സ്വാഭാവിക വർത്തമാനം ഒരു വ്യക്തിക്ക് സ്വന്തത്തെ കഴിച്ചിട്ടേ മറ്റെന്തിനോടും സ്നേഹം ഉണ്ടാവുകയുള്ളൂ. ആ സ്നേഹത്തിൽ ഏറ്റവും ടോപ്പ് റസൂലെ അങ്ങാണ് എന്ന സ്വാഭാവിക വർത്തമാനമാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തിട്ട് പറഞ്ഞു, വല്ലാ വല്ലദീ നഫ്സി ബിയദി, ഇല്ല, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണ് അവൻ തന്നെ സത്യം. ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക. ഉമർ, നിന്നേക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നത് വരെ ആകുകയില്ല, അതായത് മുഅ്മിനാകുകയില്ല. നിന്നേക്കാൾ നീ എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തി കൊടുക്കുന്ന സഹാബി ഉമർ റളിയല്ലാഹു അൻഹു ആണ്, പേരപ്പെട്ട പ്രമുഖനായ സഹാബി. തിരുത്തി കൊടുക്കുന്നത് ഒരുപാട് സഹാബാക്കളുടെ കൂട്ടത്തിലാണ്, പിന്നത്തേക്ക് മാറ്റിവെച്ചിട്ടില്ല. കാരണം വിഷയം ഈമാനുമായി ബന്ധപ്പെട്ടതാണ്. സ്വന്തത്തെക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചേ പറ്റൂ. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഫഇന്നഹുൽ ആൻ, ഇപ്പോൾ വല്ലാഹി അല്ലാഹുവാണ്, ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, എന്നേക്കാൾ എനിക്ക് ഇഷ്ടം അങ്ങയോടാണ്. മുറല്ലാൻ തിരുത്തി. അതാണ് വിഷയം. അറിഞ്ഞപ്പോൾ ഉടനെ തന്നെ തിരുത്താണ്. തൊട്ട് മുമ്പ് പറഞ്ഞ വാചകം തിരുത്താണ്. ആദ്യം പറഞ്ഞത് എന്നെ കഴിച്ചിട്ടാണ് അങ്ങയെന്ന് പറഞ്ഞു. റസൂൽ തിരുത്തി കൊടുത്തപ്പോൾ പറയാണ്, അല്ലാഹുവാണ്, ഇപ്പോൾ എനിക്ക് എന്നേക്കാൾ ഇഷ്ടം അങ്ങയോടാണ് പ്രവാചകരെ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ആൻ യാ ഉമർ, ഇപ്പോഴാണ് ഉമറെ നീ ശരിയായ വിശ്വാസിയായത് എന്ന്. സുബ്ഹാനല്ലാഹ്. ഉമർ റളിയല്ലാഹു തആല അൻഹു റസൂൽ തിരുത്തി കൊടുത്തത് അത് ഈമാന്റെ ഭാഗമായത് കൊണ്ടാണ്. ഈ ഹദീസിലൂടെ നമുക്ക് കിട്ടുന്നത് മറ്റെന്തിനേക്കാളും എന്നതിൽ സ്വന്തത്തെക്കാളേറെ നമ്മൾ സ്നേഹിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും തന്നെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും സർവ്വജനങ്ങളെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ വിശ്വാസിയാകുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ മഹബത്തിന്റെ സ്ഥാനം നമ്മളെ പഠിപ്പിക്കുക. മറ്റെന്തിനേക്കാളും നമ്മൾ മുന്തിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള സ്നേഹത്തെയാണ് എന്നതാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചാൽ മാത്രമേ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു എന്ന് പറയുകയുള്ളൂ. സ്നേഹത്തിന് രണ്ട് അവിഭാജ്യ ഘടകങ്ങളുണ്ട്. ഏതൊരാളും ഒരാളെ സ്നേഹിക്കുകയാണ് എങ്കിൽ രണ്ട് കാര്യങ്ങൾ അയാളിൽ ഇല്ല എങ്കിൽ അയാൾ സ്നേഹിച്ചിട്ടില്ല. സ്നേഹത്തിലൂടെ ഉണ്ടാകുന്ന രണ്ട് അവിഭാജ്യ ഘടകങ്ങൾ. ഒന്ന് അനുസരണയാണ്. സ്നേഹിക്കുന്നവൻ സ്നേഹിക്കപ്പെടുന്നവനെ അനുസരിക്കുന്നതാണ്. ഞാൻ ആരെയാണോ സ്നേഹിക്കുന്നത് അയാളെ ഞാൻ അനുസരിക്കും. അനുസരിക്കുന്നില്ല എങ്കിൽ ഞാൻ അയാളെ സ്നേഹിച്ചിട്ടില്ല. സ്നേഹത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളിൽ ഒന്നാണ് അനുസരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാൻ ഖുർആനിക ആയാത്തുകളിൽ പലയിടങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. വഅതിയുല്ലാഹ വറസൂല ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കണം, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം, നിങ്ങൾക്ക് സ്വർഗം കിട്ടിയേക്കാം. അള്ളാഹുവിൻ്റെ റഹ്മത്ത് സ്വർഗമാണ്. ലഅല്ലകും തുർഹമൂൻ. അതുപോലെ തന്നെ മറ്റൊരാഴ്ച അള്ളാഹു ഖുൽ അതിയുല്ലാഹ വഅതിയുർ റസൂൽ. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കണം. ഫൈൻ തവല്ലൗ ഫഇന്നമാ അലൈഹി മാ ഹുമ്മിൽ വഅലൈക്കും മാ ഹുമ്മിൽതും.
നിങ്ങൾ അനുസരിക്കാതെ പിന്തിരിയുകയാണ് എങ്കിൽ പ്രവാചകന്റെ മേൽ എന്താണോ ബാധ്യത അത് മാത്രമേ പ്രവാചകന് ബാധ്യതയായിട്ടുള്ളൂ, അത് എത്തിച്ചു കൊടുക്കലാണ്. നിങ്ങളുടെ മേൽ ബാധ്യത എന്താണോ അത് നിങ്ങളുടെ മേൽ ബാധ്യതയാണ്, അത് ആ പ്രവാചകനെ അനുസരിക്കലാണ്. അതുകൊണ്ട് നിങ്ങൾ അനുസരിക്കണം എന്ന്. പിന്തിരിഞ്ഞു പോയാൽ നിങ്ങൾക്ക് അപകടമാണ് എന്ന് അല്ലാഹു പറഞ്ഞു. നിങ്ങൾ ഈ പ്രവാചകനെ അനുസരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഹിദായത്തിലാകുന്നതാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കൽ ഹിദായത്തിന്റെയും ഭാഗമാണ്. ഇൻ തുതീഉഹു തഹ്തദു, നിങ്ങൾ പ്രവാചകൻ അനുസരിച്ചാൽ നിങ്ങൾ ഹിദായത്തിലാകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ, എൻ്റെ ഉമ്മത്ത് എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്, വിസമ്മതിച്ചവർ ഒഴികെ, താല്പര്യമില്ലാത്തവർ ഒഴികെ. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, പ്രവാചകരെ വമയ്യ ഉബ, ആരാണ് സ്വർഗത്തിൽ കടക്കാൻ വിസമ്മതിക്കുന്നത്? സ്വർഗത്തിൽ കടക്കാൻ താല്പര്യമില്ലാത്തത് ആർക്കാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ, ആരാണോ എന്നെ അനുസരിച്ചത് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു, ആരാണ് എന്നെ ധിക്കരിച്ചത് അവർക്കാണ് സ്വർഗത്തിൽ കടക്കാൻ താല്പര്യമില്ലാത്തത് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുക എന്നുള്ളത് വേണ്ട കാര്യമാണ്, നിർബന്ധമുള്ള കാര്യമാണ്. അത് സ്നേഹത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളിൽ ഒന്നാണ്. ഒരു കവി പാടിയതായി കാണാം, തഅസിൽ ഇലാഹ വഅൻത തുദ്ഹിറു ഹുബ്ബഹു ഹാദാ ലഉംറുക ഹാദാ മഹാലുൻ ഫിൽ ഖിയാസി ബദീഉ. നീ അല്ലാഹുവിനെ ധിക്കരിക്കുന്നു, എന്നിട്ട് നീ പറയുന്നു നിനക്ക് അല്ലാഹുവിനോട് സ്നേഹമാണെന്ന്. ഇത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഹാദാ മഹാലുൻ ഫിൽ ഖിയാസി ബദീഉ ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതിഉ. നിന്റെ സ്നേഹം സത്യമാണ് എങ്കിൽ നീ നിന്റെ റബ്ബിനെ അനുസരിച്ചേനെ, കാരണം സ്നേഹിക്കുന്നവൻ സ്നേഹിക്കപ്പെടുന്നവനെ അനുസരിക്കുന്നതാണ് എന്ന്. അപ്പോൾ മഹബ്ബത്തിന്റെ അവിഭാജ്യ ഘടകമാണ് അനുസരണം. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാത്തവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിട്ടില്ല. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് വാദിക്കുന്നവർ അവർ സ്വയം ജീവിതം പരിശോധിച്ച് നോക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ, നിരോധനങ്ങളെ, നിർദ്ദേശങ്ങളെ അനുസരിക്കാൻ അവൻ തയ്യാറായിട്ടുണ്ടോ എന്ന്. ഞാൻ എന്നെ എടുത്തു നോക്കുക, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ, നിരോധനങ്ങളെ ശിരസാ വഹിക്കുന്ന ആളാണോ? അനുസരിക്കുന്ന ആളാണോ? പ്രവാചകൻ കൽപ്പിച്ച കാര്യങ്ങളെ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഞാൻ താല്പര്യം കാണിക്കാറുണ്ടോ? പ്രവാചകൻ നിരോധിച്ച കാര്യങ്ങളെ വെടിയാൻ ഞാൻ തയ്യാറാകുന്നുണ്ടോ? എങ്കിൽ എനിക്ക് പറയാം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുണ്ട് എന്ന്. റസൂലുള്ളാഹിനെ അനുസരിക്കാത്തവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന, നിരോധന, നിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തിയവർ, അതിലൊരു വിലയും കൊടുക്കാത്തവർ, അവർ പറയാണ് ഞാൻ റസൂലുള്ളാഹിനെ അനുസരിക്കുന്നു എന്ന്, സ്നേഹിക്കുന്നു എന്ന്. അത് കള്ളമാണ്. ആ സ്നേഹം കള്ളവാചകമാണ്, സ്നേഹിച്ചിട്ടില്ല എന്നാണ് ഉലമാക്കൾ പറയുന്നത്. നാലാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനെ പിൻപറ്റലാണ്, അനുകരിക്കലാണ്. സ്നേഹത്തിൻ്റെ അവിഭാജ്യമായ രണ്ടാമത്തെ ഘടകം പിൻപറ്റലാണ്. ഒരാളെ സ്നേഹിച്ചാൽ അയാളെ പിൻപറ്റുന്നതാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ രണ്ട് അവിഭാജ്യ ഘടകങ്ങൾ, ഒന്ന് അനുസരണം, രണ്ട് പിൻപറ്റൽ, അനുകരണം. അനുസരണവും അനുകരണവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരാളുടെ സ്നേഹം യാഥാർത്ഥ്യമാണെന്ന് പറയാൻ പറ്റുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ സ്നേഹിക്കുന്നു എന്ന് വാദിക്കുന്നവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുകരിക്കാൻ തയ്യാറാകണം, പിൻപറ്റാൻ തയ്യാറാകണം. എങ്കിൽ മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവൻ സ്നേഹിച്ചവനാകുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ നമ്മോട് പല ആയാത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. വത്തബിഊഹു ലഅല്ലകും തഹ്തദൂൻ, നിങ്ങൾ ആ പ്രവാചകനെ ഫോളോ ചെയ്യണം, അനുകരിക്കണം, പിൻപറ്റണം, നിങ്ങൾ ഹിദായത്തിലാകുന്നതാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യൽ ഹിദായത്തിന്റെ ഭാഗമാണ്. റസൂലുള്ളാഹിനെ പിൻപറ്റൽ ഹിദായത്തിന്റെ ഭാഗമാണ്, നേർമാർഗത്തിന്റെ ഭാഗമാണ്. അതാണ് വത്തബിഊഹു ലഅല്ലകും തഹ്തദൂൻ, നിങ്ങൾ ആ പ്രവാചകനെ ഫോളോ ചെയ്യുക, നിങ്ങൾ ഹിദായത്തിലാകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത്. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ
ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ഓ പ്രവാചകരെ, അങ്ങ് പറഞ്ഞു കൊടുക്കുക ഉമ്മത്തിന്, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ. എല്ലാവരും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് വാദിക്കുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം ക്ലിയർ ചെയ്യാണ്. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നബിയെ പറ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക എന്ന്. അള്ളാഹുവിനോട് ഇഷ്ടമുണ്ട് എന്നതിൻ്റെ അടയാളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യലാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മേലെയുള്ള ആളെയാണ് അള്ളാഹു എടുത്തു പറയുന്നത്. അള്ളാഹിനോടുള്ള ഇഷ്ടം റസൂലുള്ളാഹിനെ ഫോളോ ചെയ്യലാണ്. അപ്പോൾ റസൂലുള്ളാഹിയുടെ ഇഷ്ടവും റസൂലുള്ളാഹിനെ ഫോളോ ചെയ്യലാണ്. അള്ളാഹിന്റെ ഇഷ്ടം കരസ്ഥമാക്കണമെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് അള്ളാഹിനോട് ഇഷ്ടമുണ്ട് എന്നത് സത്യമാകണമെങ്കിൽ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യണം. റസൂലുള്ളാഹിനെ ഫോളോ ചെയ്താലോ യുഹിബ്ബുകുമുല്ലാഹ്, തിരിച്ച് അള്ളാഹ് നിങ്ങളെ സ്നേഹിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്താൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് അള്ളാഹിനോടുള്ള ഇഷ്ടം സത്യമാണ്. രണ്ട്, അള്ളാഹ് നമ്മളെയും ഇഷ്ടപ്പെടുന്നതാണ് എന്ന്. ഈ ആയത്തിൽ മനസ്സിലാക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യലാണ്. ഇഷ്ടപ്പെടാത്ത ഒരാളെ ഫോളോ ചെയ്യാൻ സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യുക എന്ന് അള്ളാഹ് പറയുന്നതിലൂടെ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുക എന്നത് അവിടെ നിർബന്ധമുള്ള കാര്യമായി മാറി. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പല ആയത്തുകളിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കൽ നിർബന്ധമാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കൽ നിർബന്ധമാകുന്നതിലൂടെ അവിടെ അനിവാര്യമായും ഉണ്ടാകുന്ന ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ റസൂലിനെ അനുസരിക്കൽ നിർബന്ധമായി മാറി. രണ്ട്, ആ റസൂലിനെ ഫോളോ ചെയ്യൽ നിർബന്ധമായി മാറി. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. മാത്രമല്ല വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളെല്ലാം അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യുന്നതാണ് എന്ന്. എക്സ്ട്രാ ഓഫർ, ബോണസാണ്. തിരിച്ചല്ല സ്നേഹിക്കുക എന്നുള്ളത് നേരെ കിട്ടുന്ന, തിരിച്ചു കിട്ടുന്നതാണ്. അതിന് കൂടെ എക്സ്ട്രാ അല്ല പറയാണ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യുന്നതാണ് എന്ന്. ഈ ആയത്തിന് വിശദീകരിച്ചിട്ട് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഹാദിഹിൽ ആയത്തുൽ കരീമ ഹാകിമത്തുൻ അലാ കുല്ലി മൻ ഇദ്ദഅ മഹബ്ബത്തല്ലാഹ്, അള്ളാഹുവിനോട് സ്നേഹമുണ്ടെന്ന് വാദിക്കുന്ന ഓരോരുത്തർക്കും എതിരെ വിധിക്കുന്ന ഒരു ഹാക്കിമാണ് ഈ ആയത്ത് എന്ന്. എങ്ങനെ? വലൈസഹു അല തരീഖത്തിൽ മുഹമ്മദിയ്യ, അവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാതയിലല്ല എങ്കിൽ, മുഹമ്മദ് നബിയുടെ പാതയിൽ പോകാതെ ഞാൻ അള്ളാഹിനെ സ്നേഹിക്കുന്നു എന്ന് വാദിക്കുന്നവർക്കെല്ലാം എതിരായി വിധിക്കുന്ന ഒരു ആയത്താണ് ഈ ആയത്ത് എന്ന്. ബിഅന്നഹു കാദിബുൻ ഫീ നഫ്സിൽ അംർ, മാത്രമല്ല അവൻ കള്ളനുമാണ്, കളവ് പറയുന്ന ആളാണ്. എനിക്ക് അള്ളാഹിനോട് സ്നേഹമുണ്ട് എന്ന വാദം കള്ളമാണ്. അവൻ റസൂലുള്ളാഹിനെ ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ. എപ്പോഴാണ് ഒരാൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന വാദം സത്യമാവുക? ഹത്താ യത്തബിഅ ശർഅൽ മുഹമ്മദി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശർഅ ഫോളോ ചെയ്യുന്നത് വരെ. വദ്ദീനൻ നബവി ഫീ കുല്ലി അഖ്വാലിഹി വ അഹ്വാലി, അവൻ്റെ എല്ലാ വാക്കിലും പ്രവൃത്തിയിലും എല്ലാ അവസ്ഥകളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിനെ, ശറഇനെ ഫോളോ ചെയ്യുമ്പോൾ മാത്രമേ അവൻ അള്ളാഹുവിനെ സ്നേഹിച്ച ആളാകുന്നുള്ളൂ എന്ന്. നമ്മൾ നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാം. എന്നാൽ അവരുടെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന മാതൃകകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായും നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന്. എല്ലാ വിഷയത്തിലും റോൾ മോഡലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് വാദിക്കുന്നവർ ഇത് പരിശോധിച്ച് നോക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ആർക്കാണ് റസൂൽ റോൾ മോഡൽ ആകുക? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ, അള്ളാഹുവിനെയും പരലോകത്തെയും പ്രതീക്ഷിക്കുന്ന, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്നവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമ മാതൃകയാണ് എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യാനുള്ള പ്രേരിപ്പിക്കുക ഈ മൂന്ന് ഘടകങ്ങളാണ് എന്നതുകൊണ്ടാണ്. അബ്ദുറഹ്മാൻ നാസിർ സിഅദി റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നവർ റസൂലുള്ളാഹിന്റെ ചര്യകൾ ജീവിതത്തിലുണ്ടോ നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഒരുപാട് ചര്യകൾ, ഉദാഹരണത്തിന് നമ്മൾ പലപ്പോഴും പറയുന്നത് ക്ലീൻ ഷേവുകാരനായിരിക്കും. ഏറ്റവും പറയും എനിക്ക് റസൂലുള്ളാഹിനെ ഇഷ്ടമാണ്.
റസൂലുള്ളാഹിന്റെ താടി ഫോളോ ചെയ്യാത്തവർ, റസൂലുള്ളാഹിന്റെ വേഷവിധാനങ്ങൾ ഫോളോ ചെയ്യാത്തവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദാബുകൾ അനുഷ്ഠാനങ്ങൾ ഫോളോ ചെയ്യാത്തവർ, റസൂലുള്ളാഹിന്റെ ഇഷ്ടാനുഷ്ഠങ്ങളെ തെരഞ്ഞെടുക്കാത്തവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കാത്തവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയ റസൂലുള്ളാഹിന്റെ സുന്നത്തുകളെ ജീവിതത്തിൽ നെഞ്ചിലേറ്റാത്തവർ, അവർ വർഷത്തിൽ ഒരിക്കൽ വിളിച്ചു പറയും നമുക്ക് റസൂലുള്ളാഹിനോട് സ്നേഹമാണ് എന്ന്. അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം നബിയെ അനുസരിക്കുന്നതിലും നബിയെ അനുകരിക്കുന്നതിലുമാണ്, നബിയെ പിൻപറ്റുന്നതിലുമാണ്. അതുകൊണ്ട് തന്നെ സ്നേഹിക്കുന്നവർ, ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ അവർ സ്വന്തം ജീവിതത്തെ പരിശോധിച്ച് നോക്കേണ്ടതാണ്. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നുണ്ടോ പിൻപറ്റുന്നുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് നബിയെ സ്നേഹിച്ചു എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ. ഒരു കവി പാടിയതുപോലെ കുല്ലു യദ്ദഇ വസ്ലൻ ബിലൈല വലൈല ലാ തുഖിറു ലഹും ബിദാക ഇദ ഇസ്തബകത് ദുമുഉൻ ഫീ ജുഫൂനിൻ തബയ്യന മൻ ബക മിമ്മൻ തബാക. എല്ലാവർക്കും ലൈലയോട് ഇഷ്ടമാണ്. ലൈല എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിശദീകരിച്ചുകൊണ്ട് ഒരു കവി പാടിയതാണ്. എല്ലാവർക്കും ലൈലയെ ഇഷ്ടമാണ്, ലൈലയോട് എല്ലാവർക്കും സ്നേഹമാണ്. എന്നാൽ ലൈല അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ലൈലയ്ക്ക് ഇഷ്ടം മജ്നൂനിനോടാണ്. എല്ലാവരും ലൈലയെ കിട്ടാൻ ആഗ്രഹിക്കുന്നു, ലൈലയുടെ സ്വത്ത് ആഗ്രഹിച്ചിട്ട്, അധികാരം ആഗ്രഹിച്ചിട്ട്. അതുകൊണ്ട് ലൈലയെ കിട്ടാൻ അവർ കരയുന്നു. ആ കരയുന്ന അവരുടെ കണ്ണുനീർ ഒരു പാത്രത്തിൽ ഒരുമിച്ച് കൂട്ടിയാൽ നമുക്ക് ബോധ്യമാകും ആരാണ് ഒറിജിനലായിട്ട് കരഞ്ഞത്, ആരാണ് ഉണ്ടാക്കി കരഞ്ഞത് എന്ന്. ഉണ്ടാക്കി കരഞ്ഞവരായി ഒറിജിനൽ കരഞ്ഞതായി എന്ന് തിരിയുമെന്ന്. ഇത് പണ്ഡിതന്മാർ നബിയുടെ സ്നേഹവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ കവിത കൊണ്ടുവരാറുണ്ട്. എന്തിന്? എനിക്ക് നബിയെ സ്നേഹമാണ്, എനിക്ക് നബിയെ ഇഷ്ടമാണ് എന്ന് വാദിക്കുന്നവർ അവരുടെ ജീവിതം നോക്കിയാൽ തിരിയും ആരാണ് റസൂലുള്ളാഹിനെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചത്, ആരാണ് വെറുതെ ഉണ്ടാക്കി സ്നേഹം പ്രകടിപ്പിക്കുന്നത് എന്ന്. നബിയെ സ്നേഹിച്ചു എന്ന് പറയുന്നവർ സത്യസന്ധന്മാരാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ അത് കാണാൻ പറ്റും. അവർ റസൂലുള്ളാഹിനെ ഫോളോ ചെയ്യുന്നുണ്ടാകും, അനുസരിക്കുന്നുണ്ടാകും. റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ നിത്യജീവിതത്തിൽ അവൻ കൊണ്ടു നടക്കും. ആണ് തബയ്യന മമ്പക്ക മിമ്മ തബാക്ക. ആരാണ് യഥാർത്ഥത്തിൽ സ്നേഹിച്ചത്, ആരാണ് സ്നേഹിക്കാത്തവർ, വെറുതെ വാദം മാത്രം പറയുന്നവർ എന്ന് ഓരോരുത്തരുടെയും ജീവിതം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ നമ്മൾ ഓരോരുത്തരും പറയുന്നവരാണ്, വാദിക്കുന്നവരാണ്. ഈ 4 കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാകണം നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്. 1, റസൂലുള്ളാഹിനെ സ്നേഹിക്കൽ ഈമാന്റെ ഭാഗമാണെന്ന് അംഗീകരിക്കണം. 2, സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മറ്റെന്തിനേക്കാളും മുന്തിക്കുന്ന സ്നേഹമാകണം, കേവലം ഒരു സ്നേഹമാകാൻ പാടില്ല. 3-മത്തേത് റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കലാണ്. 4-മത്തേത് റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പിൻപറ്റലാണ്. ഈ 4 കാര്യമാണ് ആദ്യം നാം നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളിക്കേണ്ടത്, ബോധ്യപ്പെടുത്തേണ്ടത്. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ട പ്രകാരം സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് വീണ്ടും എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം ചർച്ചയാക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് നമുക്കൊരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. സ്നേഹത്തെ പ്രത്യേകമായി നാം ചർച്ച ചെയ്തത് സ്നേഹവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരുപാട് ചർച്ചകൾ നടക്കുകയും അസ്ഥാനത്ത് അത് വിശദീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് കണ്ടതുകൊണ്ടാണ്. നബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നബിയുടെ മദ്ഹ് പാടലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു നടക്കലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഭക്ഷണം കൊടുക്കലാണ്, നബിയുടെ പേരിൽ അറുക്കലാണ്, നബിയുടെ പേരിൽ ആഘോഷമുണ്ടാക്കലാണ്, റാലി നടത്തലാണ്, നബിയുടെ പേരിൽ ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്യലാണ്, വർഷത്തിൽ ഒരിക്കൽ നബിയുടെ പേരിൽ പ്രസംഗിക്കലാണ്. അപ്പോൾ എങ്ങനെയുള്ള പല തെറ്റിദ്ധാരണകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിൻ്റെ പേരിൽ ചർച്ചയാകുന്നുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിൻ്റെ പേര് പറഞ്ഞ് സ്നേഹിക്കുന്നു എന്ന് വാദിക്കുന്നവരിൽ തന്നെ യഥാർത്ഥ സ്നേഹം പ്രകടമാക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നു.
നബിയെ സ്നേഹിക്കൽ ഈ പറയപ്പെട്ട കാര്യങ്ങളും ഒന്നുമല്ല എന്ന് പറയുന്നവർ തന്നെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നബിയെ സ്നേഹിക്കേണ്ടത് എന്ന് തിരിച്ചറിയാതെ പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പിൻപറ്റലും കൽപ്പന നിരോധനങ്ങൾ അനുസരിക്കലുമാണ് എന്ന തിരിച്ചറിവില്ലാതെ പോകുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നബി സ്നേഹം എന്ത് എന്നത് പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളത് അനിവാര്യമായതുകൊണ്ടാണ്. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ ഷഹാദത്താണ്. നമ്മൾ ഇസ്ലാമിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്ന ആ ഷഹാദത്ത്, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെയുള്ള അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവാക്യത്തെ നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷമാണ് മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാനുള്ളത്. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവാക്യം പറയുന്ന ഒരാൾ അടിസ്ഥാനപരമായും 4 കാര്യങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം കൊടുക്കുന്നത്, ഷഹാദ കൊടുക്കുന്നത്. നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്തതാണ്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതൊക്കെ അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. 2, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചതെല്ലാം വെടിയാൻ ഞാൻ തയ്യാറാണ്. 3-മത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിരുന്ന കാര്യങ്ങളെല്ലാം സത്യപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. 4, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ദീനായി പഠിപ്പിച്ചത് അതേ ദീനായി ഞാൻ ആചരിക്കുകയുള്ളൂ. ഈ 4 കാര്യങ്ങളെ അംഗീകരിക്കലാണ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ വീഴ്ച വന്നാൽ അവൻ്റെ ഷഹാദത്ത് ബാത്തിലാണ്. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നത് ബാത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ 4 കാര്യങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന, അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളെ ദൃഢീകരിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് വരും ഖുതുബകളിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം, പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിൽ നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിതം അള്ളാഹുവിനെ അനുസരിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയും ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ إنك أنت التواب الرحيم. أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين.